ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോകൾ കുറേ പേർക്ക് ഇഷ്ടമാണ്. ചിലർക്ക് കുറച്ച് ഇഷ്ടമുണ്ട്. വേറെ ചിലർ പറയും, ഓ ഇത് വെറുതെ തട്ടിവിടുന്നതല്ലേ, പുളിയടിക്കുന്നല്ലേ, ഒന്നും നടക്കുന്നില്ല, ഇഷ്ടമുള്ളവരെ അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ പുകഴ്ത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ എന്നും വെല്ലുവിളിക്കുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഒരു വീഡിയോയും നടക്കാത്തതായിട്ട് പറഞ്ഞിട്ടില്ല. അത് വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളൂ എന്ന് ആലോചിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ആലോചിക്കുക, മോഹൻലാൽ ഒരു കാര്യം തുറന്ന് സമ്മതിച്ചു. മോഹൻലാൽ ഇപ്പോൾ തുറന്ന് സമ്മതിച്ച കാര്യം മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞ കാര്യമാണെന്ന് ആലോചിക്കണം. എന്താണ് ഞങ്ങൾ പറഞ്ഞതെന്നാണോ? വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. ഞങ്ങളുടേത് സിനിമയാണത്. സിനിമയ്ക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ദോഷകരമായ ഒരു കാര്യവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാലോചിക്കണം. അപ്പോൾ സിനിമയുടെ ഭാഗം തന്നെയാണ് ഞങ്ങളും, ഞങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ സിനിമാ രംഗത്തുള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നം തന്നെയാണത്. അപ്പം ഞങ്ങൾ എന്താ പറഞ്ഞത്? ഇവിടെ സത്യനന്ദിക്കാടായാലും പ്രിയദർശനായാലും ശ്രീനിവാസനായാലും മോഹൻലാലായാലും അവരൊരുമിച്ച് സിനിമകൾ ചെയ്ത് ആ സിനിമകൾ എല്ലാവരുടെ ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ആലോചിക്കണം. ശ്രീനിവാസൻ പിന്നീട് മോഹൻലാലിനെ പരിഹസിച്ചുകൊണ്ട് സിനിമകൾ ചെയ്തപ്പോൾ അത് കുറേ പേരിൽ അങ്ങനെ വേണ്ടിയിരുന്നോ എന്നൊരു ചോദ്യമുണ്ടായി. മാത്രമല്ല അതിൻ്റെ പേരിൽ ചില കശപിശ അടിപിടി ഒക്കെ നടന്നിട്ടുള്ളതാണത്. അതിനുശേഷം മോഹൻലാലും ശ്രീനിവാസനും ഒരുമിച്ച് സിനിമകൾ ചെയ്യാറില്ല, അവർ സിനിമകൾ ചെയ്യില്ല എന്ന തീരുമാനത്തെത്തിയെങ്കിലും പരസ്പരം ദേഷ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളതായിരിക്കും. പരസ്യമായിട്ട് അങ്ങനെ പറയാമെങ്കിലും ഉള്ളിൽ ഒരു മുറിവ് രണ്ടുപേരും സൂക്ഷിച്ചിരുന്നു ആലോചിക്കണം. സിനിമയിലും രാഷ്ട്രീയത്തിലും അധികകാലം മാറി നിൽക്കാൻ പറ്റില്ല. അവിടെ രണ്ടും സക്സസ് ആണെന്ന് ആലോചിക്കണം. അപ്പോൾ സിനിമയിൽ സക്സസ് ഉള്ളവനെ നിലനിൽപ്പുള്ളൂ. ശ്രീനിവാസൻ കഴിവുള്ളവനാണ്, മോഹൻലാൽ കഴിവുള്ളവരാണ്. അപ്പോൾ ഇവർ പുതിയ സിനിമ വേണം. സത്യനന്ദിക്കാട്, മോഹൻലാൽ, ശ്രീനിവാസൻ, പിന്നെ ഞങ്ങൾ പരിപാടിയിരുന്നു ശ്രീനിവാസൻ്റെ മക്കൾ, മോഹൻലാലിൻ്റെ മകൻ, ഇവരെല്ലാം കൂടി ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്തപ്പോൾ ചിലരൊക്കെ ചില ദോഷൈക ദൃക്കുകൾ എന്താ പറയുന്നത് അറിയാം. ചുമ്മാ വെടി പറയാതെ ഇത് പുളു അടിക്കരുത്, ആര് കാണാനും കേൾക്കാനും പോകണം, ഇതൊക്കെ നടക്കാവുന്ന കാര്യമാണോ എന്നാണ് ചോദിച്ചതെന്ന് ആലോചിക്കണം. ഞങ്ങളത് പറയാൻ കാരണം വ്യക്തമായ തെളിവുകൾ, അറിവുകൾ കിട്ടിയതുകൊണ്ടാണെന്ന് ആലോചിക്കണം. പിന്നീട് വളരെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ അസുഖബാധിതനായി എന്നാലോചിക്കണം. നമുക്കറിയാം ശ്രീനിവാസൻ മരിച്ചു എന്ന് പറഞ്ഞ് എത്രയോ പ്രാവശ്യം റിപ്പോർട്ടുകൾ ഓരോന്ന് കൊടുത്തിട്ടുള്ളത് ആലോചിക്കണം. അങ്ങനെ മരണത്തിനും ജീവിതത്തിനിടയിലായിരുന്നു ശ്രീനിവാസൻ എന്നാലോചിക്കണം. ശ്രീനിവാസൻ്റെ കുടുംബം ശ്രീനിവാസനോടൊപ്പം ഉണ്ടായിരുന്നു ആലോചിക്കണം. അങ്ങനെ ശ്രീനിവാസന് പലപ്പോഴും ഈ സജീവമായി സിനിമയിലേക്ക് വരാൻ പറ്റുന്നില്ല. ഈ പ്ലാൻ ചെയ്തിരുന്ന സിനിമയുണ്ടെന്ന് ആലോചിക്കണം. ആ സിനിമ ചെയ്യാതെയും പറ്റില്ല. കാരണം എന്താ അറിയാം, ഇപ്പോൾ മോഹൻലാലിൻ്റെ വീട്ടിൽ മോഹൻലാലിൻ്റെ മകനും കാണാൻ വേണ്ടി ശ്രീനിവാസൻ്റെ മക്കളൊക്കെ പോകുക. അവർ നല്ല കൂട്ടുകാരാണെന്ന് ആലോചിക്കണം. അപ്പോൾ എന്നെങ്കിലും ഇവരായിട്ട് യോജിക്കും. അപ്പോൾ അങ്ങനെയാണ് അവർ സിനിമ പ്ലാൻ ചെയ്തിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കണ്ട സിനിമയാണുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിരുന്നത്. അതിൽ ഇവർ രണ്ടുപേരും അഭിനയിച്ച ശ്രീനിവാസൻ്റെ റോളിലും മോഹൻലാലിൻ്റെ റോളിലും ഇവർ രണ്ടുപേരും അഭിനയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ശ്രീനിവാസൻ അസുഖബാധിതനായപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീനിവാസൻ അഭിനയിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ മോഹൻലാലിന് തനിച്ച് ഒരു പ്രസക്തി ഇല്ല എന്നാലോചിക്കണം. അപ്പം എന്ത് ചെയ്തു? നിങ്ങൾ കണ്ടതല്ലേ, ശ്രീനിവാസൻ്റെ മകൻ ധ്യാൻ ശ്രീനിവാസനും മോഹൻലാലിൻ്റെ മകൻ പ്രണവും ഈ രണ്ടുപേരുടെയും റോളുകൾ വന്നു. റോളുകൾ എത്ര സക്സസ്ഫുള്ളായി അത് വേറത്തെ കാര്യം. അങ്ങനെ ഉണ്ടായതാണ് ആ സിനിമ. അപ്പോൾ അത് ശ്രീനിവാസൻ്റെ റോള് ശ്രീനിവാസൻ്റെ മകനെടുത്തു, മോഹൻലാലിൻ്റെ റോളും മോഹൻലാലിൻ്റെ മകനും എടുത്തു എന്നാലോചിക്കണം. മേക്കപ്പിലെ ചില അപാകതകൾ ഉണ്ടായേക്കാം. കാരണം പിള്ളേരാണ് അവർ.
അവർ ഇത്രയും പ്രായമായ ആൾക്കാരെ കിട്ടുമ്പോൾ ഇപ്പോൾ മോഹൻലാലിൻ്റെ ഇപ്പോൾ തടിയൊന്നും ഇപ്പോൾ പ്രണവിനില്ല എന്ന് ആലോചിക്കണം. അപ്പോൾ അതിൻ്റേതായ ചില മൈനസ് പോയിൻറ്റുകൾ നിങ്ങൾ കണ്ടെത്തിയിരിക്കാം. ഒരു കലാരൂപം ആസ്വദിക്കുമ്പോൾ, ഒരു സിനിമ ആസ്വദിക്കുമ്പോൾ, നാടകം ആസ്വദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു ദോഷൈക ദൃക്കാകരുതെന്ന് ആലോചിക്കണം. കുറ്റം പറയാൻ എളുപ്പമാണ്, നല്ലത് കണ്ടെത്താനാണ് ബുദ്ധിമുട്ട്. അതുതന്നെയാണ് ഞങ്ങൾ ആദ്യമായി അനൗൺസ് ചെയ്തപ്പോൾ, ഞങ്ങൾ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളിൽ കുറേ പേര് ഇത് പുളുവാണ്, വേറെല്ലാം പറയടോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മറുപടി ഇട്ടെന്ന് ആലോചിക്കണം. ആ സിനിമ വന്നു, സിനിമ കണ്ടവരുണ്ട്, ഇഷ്ടപ്പെട്ടവരുണ്ട്. അത് ധ്യാൻ ശ്രീനിവാസൻ അപാരമായിട്ട് അഭിനയിച്ചെന്ന് പറയുന്നുണ്ട്. ശ്രീനിവാസൻ ആ സിനിമ കാണാൻ വന്നു, മകൻ്റെ അഭിനയം കണ്ടു, ആഹാ അവൻ ഇത്രയും മിടുക്കനായോ എന്ന് അങ്ങനെയും കൂടി പറയുന്ന സീനുണ്ടായിരിക്കുന്ന ആലോചിക്കണം. അപ്പം അങ്ങനെ ചെയ്ത ആ സിനിമയിൽ ഈ അടുത്ത കാലത്ത് മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂവിൽ ആ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി. ഇപ്പോഴും ശ്രീനിവാസനുമായിട്ട് അകന്നു നിൽക്കുകയാണോ എന്നൊരു ചോദ്യം അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്താ, ശ്രീനിവാസനുമായിട്ട് ഒരു അകൽച്ചയുമില്ല, അല്ലെങ്കിൽ എത്ര നാൾ പിണങ്ങി നിൽക്കാൻ പറ്റും. ഞങ്ങൾ 3-4 പേര് കൂടി, ഞാനും ശ്രീനിവാസൻ, എൻ്റെ മകനും ശ്രീനിവാസൻ്റെ മക്കളും കൂടി ചെയ്യാനിരുന്ന ഒരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമ ശ്രീനിവാസന് അസുഖബാധിതനായ നടന്നില്ല എന്ന് മോഹൻലാൽ തന്നെ തുറന്ന് പറയുകയുണ്ടായെന്ന് ആലോചിക്കണം. അപ്പോൾ ഇപ്പോൾ വൈകിട്ടാണെങ്കിലും മോഹൻലാൽ ഇങ്ങനെ തുറന്ന് പറഞ്ഞു. മോഹൻലാൽ തുറന്നു പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്നല്ലേ എൻ്റെ അർത്ഥം. നമ്മളൊരു വലിയ വിപ്ലവം ഉണ്ടാക്കാനല്ല, ഒരു സിനിമയുടെ, അതായത് ഒരു വാർത്ത കൊടുക്കുമ്പോൾ പോലും ആ വാർത്ത ഏറ്റവും പുതുതായി കൊടുക്കേണ്ടത് ഞങ്ങളാണ് എന്നുള്ളൊരു അഹങ്കാരമുണ്ടെന്ന് ആലോചിക്കണം. ആ അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു വീഡിയോയും ചെയ്തത്. നിങ്ങൾ നെഗറ്റീവായിട്ടും പറയും, പോസിറ്റീവായും പറയും. ഇത് രണ്ടും പറയുന്ന ഒരു കൂട്ടത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ, അതായത് വികൃതമായ മനസ്സിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങൾ വിളിച്ച് പറയുന്നുള്ളതായിരിക്കും. ആദ്യം നിങ്ങൾ ഇത് കാണണം, വാർത്ത അറിയണം. ടൈറ്റിലുകൾ മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ ഒന്നിനെയും വിലയിരുത്തുമെന്ന് ആലോചിക്കണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ. ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വെറും ടൈറ്റിൽ കളികൾ കൊണ്ട് മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. ടൈറ്റിൽ വായിച്ചോ, ടൈറ്റിൽ വായിക്കുന്നത് നിങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയാണ്, പക്ഷെ അത് നിങ്ങൾ കേൾക്കണം, അല്ലെങ്കിൽ കാണണം. ഓ ഇതാണല്ലേ, ചിരിക്കാനുണ്ടെങ്കിൽ ചിരിക്കാം, സീരിയസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് സീരിയസ് ആവാം, കുറ്റപ്പെടുത്തണമെങ്കിൽ കുറ്റപ്പെടുത്താം. ഇതൊക്കെ നിങ്ങളുടെ അവകാശങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് അവകാശമുള്ളതുപോലെ തന്നെയാണ് ഞങ്ങളുടെയും അവകാശം. കാരണം നിങ്ങൾക്ക് ഈ അവകാശം അനുവദിച്ചു തരുന്നത് ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരിലൂടെയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ വഴിതെറ്റി നടക്കുന്ന, വൃത്തികെട്ട മനസ്സുമായി നടക്കുന്ന കുറേ പേരുടെ തെറിവിളികൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. ആ തെറിവിളി കേൾക്കുമ്പോഴും ഞങ്ങളുടെ മനസ്സ് ശുദ്ധമാകുന്ന കുറേ പേര്, നല്ലവർ കുറേ പേര് ഇവിടെ ഉണ്ട്. നെല്ലും പതിരും ഉണ്ടാവും. നിങ്ങൾക്ക് പതിരില്ലാതെ നെല്ല് മാത്രം നമുക്ക് കിട്ടണമെന്നില്ല എന്ന് ചിന്താഗതി. നല്ലതും ചീത്തയും, നല്ലവരും നല്ലവരല്ലാത്ത ആൾക്കാരും അടങ്ങിയതാണ് ഈ ജീവിക്കുന്നവർ. സിനിമയും അങ്ങനെ തന്നെ എന്ന് ആലോചിക്കണം. എന്തായാലും മോഹൻലാലിൻ്റെ തുറന്നു പറച്ചിൽ ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. താങ്ക് യു മോഹൻലാൽ.